മൈലാപ്പൂരിൽ സുഹൃത്തുക്കൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവ് മരിച്ചു എന്നുള്ള വിവരം വരുന്നു. ഉമേനല്ലൂർ സ്വദേശിയായ റിയാസ് ആണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു റിയാസ്. അപ്പോഴാണ് മരണം സംഭവിച്ചത്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്തിന്റെ പേരിലാണ് ഈ കൊടും ക്രൂരത സുഹൃത്തുക്കൾ തന്നെ ചെയ്തത്? ദിവസം മുമ്പാണ് ദിവിഷ സംഭവം ഉണ്ടായത്. ഈ മരിച്ച റിയാസ് രണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് 20,000 രൂപ പൈസ കടം വാങ്ങിയിരുന്നു. അതിന്റെ പേരിൽ പണം തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ സുഹൃത്തുക്കൾ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം കുറെ നാളുകളായി റിയാസ് നാട്ടിലുണ്ടായിരുന്നില്ല. വിവിധ ആരാധനാലയങ്ങളിൽ പോയി തിരികെ വന്ന ദിവസം ഈ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് റിയാസിനെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി. അതിനുശേഷം തീ കൊളുത്തുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നത്. ഈ റിയാസിന്റെ മൊഴി അന്ന് തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ പറഞ്ഞിരുന്നത് ഈ രണ്ട് സുഹൃത്തുക്കൾ ഷഫീഖ് ഈ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് തന്നെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നുള്ള മൊഴിയാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടുപേരെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിപ്പോൾ റിമാൻഡിലാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഈ യുവാവ് മരണപ്പെട്ടിരിക്കുന്നത്. 65% പൊള്ളൽ ഏറ്റിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ കൂടി മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ റിയാസും സുഹൃത്തുക്കളും തമ്മിലുള്ള തർക്കമുണ്ടായിരുന്നു എന്നുള്ള മൊഴി ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുക. തന്നെയായാലും 36 വയസ്സുള്ള ഒരു യുവാവിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതായത് ഈ മരിച്ച റിയാസ് ആണ് ഇവർക്ക് പണം നൽകാനുണ്ടായിരുന്നത് അല്ലേ? തീർച്ചയായും മരിച്ച റിയാസ് 20,000 രൂപ എന്തോ ആവശ്യത്തിന് കടം വാങ്ങിയിരുന്നു. ആ പൈസ തിരിച്ചു നൽകാത്തതിന്റെ പേരിൽ ഈ തുഹയിലും ഷഫീഖും ചേർന്ന് പലകുറി ഇത്തരത്തിൽ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭീഷണിയെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലെ അടക്കം വിവിധ ആരാധനാലയങ്ങളിൽ സന്ദർശനത്തിനായി പോയി. അതിനുശേഷം തിരികെ വന്നപ്പോൾ ഈ രണ്ട് ആൾക്കാരും ചേർന്ന് ഈ റിയാസിനെ പിടികൂടുകയും അതിനുശേഷം ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഒരു പാടത്തിന്റെ സൈഡിലേക്ക് കൊണ്ടുപോവുകയുമാണ്. പാടത്തിന്റെ സൈഡിൽ വെച്ചാണ് ഈ റിയാസ് പൊള്ളലേൽക്കുന്നത്. 65% പൊള്ളലുണ്ടായിരുന്നു. അത് പൊള്ളലേൽപ്പിച്ചത് ഈ സുഹൃത്തുക്കളാണ് എന്നുള്ള മരണമൊഴി പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. റിയാസ് ആ മൊഴിയുടെ പേരിലാണ് സുഹൃത്തുക്കൾ ഇതുപോലെ ഒരു അതിക്രമം കാണിച്ചത്.